സഹൃദരെ നമസ്കാരം. മാച്ച് 65 KKR വേഴ്സസ് എം ഐയുടെ ഫസ്റ്റ് ഇന്നിങ്സ് 147-8 എന്നല്ല 20 ഓവർ ഫിനിഷ് ആയിരിക്കുകയാണ്. പവർ പ്ലേയിൽ 6 ഓവറിൽ 46-4. മോശം പറഞ്ഞതല്ലോ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. റിക്കിൾട്ടൺ 6 റൺസ് 7 ബോൾ ഒരു 4 ഗ്രീൻ വിക്കറ്റ് എടുത്തായിരുന്നു. ശർമാജി 13 ബോൾ 15 റൺസ് 2 6 അടിച്ചായിരുന്നു. പക്ഷേ സൗരവ് ദൂബെ എടുത്തായിരുന്നു കേട്ടോ. അത് ഗ്രീനിൻ്റെ അസാധ്യ ക്യാച്ച് 33 മീറ്റർ ഓടി കിടന്ന ക്യാച്ച് എടുത്തു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മിസ്സാവുമെന്ന് വിചാരിച്ചെന്ന് പ്രാർത്ഥിച്ചു നോക്കി, നടന്നില്ല. ഓക്കെ, നമൻ തീർ 3 ബോൾ 0 സെയിം ഓവറിൽ ഗ്രീൻ വീണ്ടും അങ്ങ് എടുത്തു. എന്താ പറയുക, അതായത് റിക്കിൾട്ടനെയും നമനെ ഒരുമിച്ചാണ് എടുത്തത്. അത് കഴിഞ്ഞ് അടുത്ത് നമ്മുടെ സ്കൈ 6 ബോൾ 15 റൺസ് 2 4 1 6 ദൂബെ അങ്ങ് എടുത്തു. കിടിലം സാധനം. ഓഫ് ദ സെംസിൽ നിന്ന് പെട്ടെന്ന് എറൗണ്ട് ദ സെംസി എന്ന് പറഞ്ഞ് ഒരു കിടുക്കാച്ചി സാധനം ഇൻസിംഗ് ലെവലൊരു സാധനം ഇട്ട് കൊടുത്ത് പയ്യെ അങ്ങ് ബൗൾഡായി. തിലക് 32 ബോൾസ് 20 റൺ എടുത്തോളൂ. പക്ഷേ ആ കുറച്ച് നേരം നിന്നുകൊണ്ടാണ് ഇത്രയും സ്കോറോട്ട് ഇങ്ങനെ പോയത്. ഒരേ ഒരു 6 അടിച്ചോളൂ, ത്യാഗി എടുത്തു. ഹർദിക് പാണ്ഡ്യ 27 ബോൾ 26 റൺസ് എടുത്തു. 2 4 6 നരേൻ സൂപ്പർ ബോള്. സാധനം എന്താണെന്ന് ഹർദിക് പാണ്ഡ്യയ്ക്ക് മനസ്സിലായില്ല. പ്ലേഡ് ഓണായിരുന്നു, കിടുക്കാച്ചി ബോൾഡ്. ഓക്കെ, ജാക്സ് 7 ബോൾ 14 റൺസ് 1 4 1 6 റൺ ഔട്ടായി. അത് ബോഷ് ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശരിയായില്ല. കൈ കാണിച്ചുള്ളൂ, വിൽ ജാക്സ് കണ്ടുമില്ല. ആക്ച്വലി അലറി വിളിക്കണമായിരുന്നു. ആ സാധനം കൊടുത്തില്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി അവരിനി ഡഗ് ഔട്ട് എന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂം എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായിക്കോട്ടെ, ബോഷ് 18 ബോൾ 32 നോട്ട് ഔട്ടായിരുന്നു. അവസാനം നല്ല അടി അടിച്ചു 3 4 2 6 നോട്ട് ഔട്ട് ആയിരുന്നു. ദീപക് ചാർ ലാസ്റ്റ് ബോൾ ഔട്ടായെങ്കിൽ 7 ബോൾ 10 റൺസ് 2 4 ത്യാഗിയാണ് വിക്കറ്റ് എടുത്തത്. ലാസ്റ്റ് 24 ബോൾ 52 റൺസാണ് ടീം എടുത്തത്. അതായത് 16 ഓവറിൽ, ആദ്യത്തെ 16 ഓവറിലപ്പോൾ ടീം എത്ര എടുത്തെന്ന് ആലോചിച്ച് നോക്കിയാൽ 95 റൺസാണ് എടുത്തത്. ലാസ്റ്റ് ചിരിക്കുകയല്ല, എന്ത് പറയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. നരയൻ 4 ഓവറിൽ 13-1 15 ഡോട്ട് ബോൾ. ഓക്കെ, വരുൺ ചക്രവർത്തി 28-0, ദൂബെ 34-2, ത്യാഗി 37-2 4 ഓവറിൽ, ഗ്രീൻ 23-2. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ഇനി രോഹിത് ശർമ്മ പുറത്ത് പോവാതെ അകത്ത് നിർത്തി വേറെ ആളുടെ ഇമ്പാക്ട് പ്ലെയർ ആക്കി രോഹിത് ശർമ്മയുടെ തല ഉപയോഗിച്ച് ഈ ചെറിയ സ്കോർ ഉണ്ടല്ലോ, അത് ഡിഫെൻഡ് ചെയ്യാൻ പുള്ളിക്കാരൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ബുദ്ധി ഇന്നിവർ കാണിക്കുകയാണെങ്കിൽ സ്കൈനോ വേറെ ആരെങ്കിലും പുറത്താക്കിയിട്ട് എൻ്റെ പൊന്ന് ശർമാജീനെ അകത്ത് നിർത്തിയേക്ക്, ശർമാജി സ്ലിപ്പിലോ എവിടെയെങ്കിലും നിന്നിട്ട് ശർമാജി പറയട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ ബുംറയ്ക്ക് ആദ്യത്തെ ഓവർ 3 വിക്കറ്റിനെ കിട്ടാനുള്ള സാധനം ചിലപ്പോൾ ഉണ്ടാക്കി വയ്ക്കും. എന്തോ ആയിക്കോട്ടെ, സെക്കൻഡ് ചെയ്യുകയാണ്. ബൈ.